ഞാൻ അവൻ്റെ വെപ്പാട്ടിയാകണമെന്ന് പറഞ്ഞു. കടം തീർക്കാൻ ഒരു ലോൺ ആവശ്യത്തിനായി അയാളുടെ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കൈ പിടിച്ചു, സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു. ഭർത്താവില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മ കണ്ണീര് കൊണ്ടെഴുതിയ ആത്മഹത്യാക്കുറിപ്പാണിത്. നെയ്യാറ്റിൻകരയിലെ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നും ഓഫീസിൽ വെച്ച് ജോസ് ഫ്രാങ്ക്ലിൻ കടന്നു പിടിച്ചെന്നും കുറിപ്പിൽ പറയുന്നു. മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കേസിനാസ്പദമായ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്ന വീട്ടമ്മയെ വായ്പ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നു. തുടർന്ന് യുവതിയെ കടന്നുപിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ആരോപണ വിധേയന്റെ സ്വകാര്യ ഭാഗത്ത് കൈ പിടിച്ചു വച്ചെന്നും കത്തിലുണ്ട്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നതായിരുന്നു ആവശ്യം. വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണണമെന്നും ഫ്രാങ്ക്ലിൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നു. എന്നാൽ ലോണിന്റെ കാര്യമായതുകൊണ്ട് തനിക്കൊന്നും മറുത്തു പറയാനായില്ലെന്നാണ് വെളിപ്പെടുത്തൽ. ഇങ്ങനെ വൃത്തികെട്ട് ജീവിക്കാനാകില്ലെന്ന് കത്തിൽ എഴുതി വെച്ചാണ് യുവതി ജീവനൊടുക്കിയത്. ഒപ്പം മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. കടം വീട്ടാനുള്ളവരുടെ പണത്തിന്റെ കണക്കും എഴുതി വെച്ചാണ് വീട്ടമ്മ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.